ഹലോ ഡിയേഴ്സ്, നമ്മൾ നേരത്തെ +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിസൾട്ട് ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ താഴെ നിങ്ങൾ ഒരുപാട് പേര് വന്ന് ചോദിച്ച കാര്യമായിരുന്നു, എക്സാം എങ്ങനെയായിരിക്കും ഇത്തവണ, അതിനകത്ത് വാല്യുവേഷൻ ലിബറലാണോ, പാസ്സാകുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളൊരു കാര്യം, സേ എക്സാമിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ അടുത്തുണ്ടായ സ്റ്റുഡൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു സ്റ്റുഡൻസിൻ്റെ കേസ് തന്നെ ഞാൻ എടുക്കാം. അതിനകത്ത് അവർക്ക് 5 or 7 എങ്ങാണ്ടായിരുന്നു. അവരിപ്പം അതിനകത്ത് ഓർത്തെടുക്കുന്ന ഒരു +2 മാർക്കാണ്. അത് പിന്നെ ആവശ്യമില്ലല്ലോ, അവർ പാസ്സായി പോയി. അപ്പോൾ അവർ ഓർക്കുന്നത് 5 or 7 എങ്ങാണ്ടാണ് അവരുടെ മാർക്ക് എന്നുള്ളതാണ്. മാത്രമല്ല +2 നിങ്ങൾ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഏറ്റവും അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് പറയുക ഫിസിക്സ് എന്നാണ്. +1ഉം +2 ഒക്കെ മൊത്തത്തിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ +2 ഫിസിക്സ് ആണ് ഏറ്റവും ടഫായിട്ടുള്ളത്. അപ്പം ആ സബ്ജക്റ്റിൽ അവന് 28 മാർക്ക് വേണമായിരുന്നു. അവന് +1 എങ്ങാണ്ട് 8 അങ്ങനെ +2 5 or 7 എങ്ങാണ്ട്, അങ്ങനെ വളരെ കുറഞ്ഞ മാർക്കായിരുന്നു. അവന് ഫിസിക്സ് ആണെങ്കിലും പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നോക്കുകയാണെങ്കിൽ അവനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള സ്റ്റുഡൻറ്റിന് അവന് 28 വേണമായിരുന്നു. എന്നിട്ട് സേ എക്സാമിന് വേണ്ടിയിട്ട് അവന് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് അതിനകത്ത് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് ക്ലാസ്സിന്. അങ്ങനെ അവന് പഠിച്ചിട്ട് അതിനകത്ത് 28 മാർക്ക് ഒറ്റയടിക്ക് അവന് കിട്ടി എന്നുള്ളതാണ്. മാത്രമല്ല കെമിസ്ട്രിയിലും ഫെയിലായിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ B കാറ്റഗറിയിലോട്ട് വന്നു, B ഗ്രേഡ് കിട്ടി. ഫെയിലായ ആൾക്കാണ് നോക്കണേ B ഗ്രേഡ് കിട്ടിയത്. ഫിസിക്സിനാണെങ്കിലും ഒറ്റയടിക്ക് 28, അതായത് +1 10ഉം +2 18 അടക്കം അവന് സേ എക്സാമിന് കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക, സേ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താവും, നിങ്ങൾ പാസ്സാവും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ പാസ്സായി നല്ലൊരു കോഴ്സ് നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ എടുക്കാൻ സാധിക്കട്ടെ. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.